إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 213-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വിഷയം നോക്കൂ. കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ ജനങ്ങൾ ഒറ്റ സമുദായമായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നിയോഗിച്ചു, അല്ലെങ്കിൽ അയച്ചു അന്നബീന നബിമാരെ. എന്തിനു വേണ്ടിയിട്ടാണ് നബിമാരെ ആ ജനതയിലേക്ക് അയച്ചത്? മുബശ്ശിരീന സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും, വമുൻദിരീന നരകത്തെ തൊട്ട് തക്കീത് നൽകുന്നവരായും കൊണ്ട്, വഅൻസല മഅഹുൽ കിതാബ് അവരുടെ കൂടെ വേദഗ്രന്ഥങ്ങളും അല്ലാഹു തആല ഇറക്കി. ബിൽ ഹഖ് യാഥാർത്ഥ്യ പ്രകാരം, ലിയഹ്കുമ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി, ഫീമഖ്തലഫൂ ഫീഹി അവർ യാതൊന്നിൽ ഭിന്നിച്ചുവോ ആ ഭിന്നിച്ചതിൽ. എന്താണ് ഈ പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ? ജനങ്ങൾ ആദ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ 10 തലമുറ ഉറച്ച തൗഹീദ് ഏകദൈവ വിശ്വാസത്തിലായിരുന്നു. അവരിൽ ഒരു അല്പം പോലും ശിർക്ക് കലർന്നിട്ടുണ്ടായിരുന്നില്ല. ശേഷമാണ് മനുഷ്യർ ശിർക്കിലേക്കും കുഫ്റിലേക്കും വഴുതി വീണത്. അങ്ങനെ വിവിധ കക്ഷികളായി പിരിഞ്ഞു. ആ പിരിഞ്ഞ കക്ഷികളിൽ അവർക്ക് അതിന്റെ ഇടയിൽ, ആ കക്ഷിത്വത്തിന്റെ ഇടയിൽ അവർക്ക് വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ വേദഗ്രന്ഥവും കൊണ്ട് റസൂലുമാരായിട്ട് അയച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ശേഷം നോക്കൂ നിങ്ങൾ, വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവൊന്ന് കിട്ടിയതിന് ശേഷം, ആ ഗ്രന്ഥം നൽകപ്പെട്ടതിന് ശേഷമല്ലാതെ അവർ വഴികേടിലേക്ക് വഴുതിപ്പോയിട്ടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ബഗ്യൻ ബൈനഹും അവർക്കിടയിലെ മത്സരങ്ങൾ സ്പർദ്ധ നിമിത്തമാണത് സംഭവിച്ചത് എന്നും അല്ലാഹു ഒരു കാര്യം പറയുന്നു. ഫഹദല്ലാഹു അല്ലദീന ആമനൂ ലിമഖ്തലഫൂ ഫീഹി മിനൽ ഹഖ് ബിഇദ്നി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, യാഥാർത്ഥ്യ പ്രകാരം വിശ്വാസികളായ ആൾക്കാരെ ആ പിഴവുകളിൽ നിന്നും, അവർ ഭിന്നിച്ചതിൽ നിന്നും അല്ലാഹു സന്മാർഗത്തിലാക്കുന്നു. അല്ലാഹു യഹ്ദീ മൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർ അവൻ സന്മാർഗത്തിലാക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം നേരായ ചൊവ്വായ വളവില്ലാത്ത പാതയിലേക്ക് മുഅ്മിനീങ്ങളെ അവൻ വഴി കാണിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. എത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.